അപ്പോൾ നിശ്ചയമായും അതിർത്തി അശാന്തമാണ് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നില്ല ഇതൊരു യുദ്ധത്തിലേക്ക് എസ്കലേറ്റ് ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല. അത്തരമൊരു സാഹചര്യം ഇപ്പോൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ യുദ്ധം എന്ന് പറയുമ്പോൾ രണ്ട് രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക സൈനിക വിഭാഗങ്ങൾ മുഖാമുഖം വന്ന് നിൽക്കുന്നതിനെയാണ് യുദ്ധം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പഹൽഗാമിൽ സംഭവിച്ചത് ഭീകരാക്രമണമാണ് എന്നുള്ളതാണ്. ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് ഔദ്യോഗിക സേനാ വിഭാഗങ്ങൾ യുദ്ധം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭീകരാക്രമണത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്നൊരു കാര്യം, ഈ ഭീകരാക്രമണത്തിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ സേനയും പാകിസ്ഥാൻ ചാരസംഘടനയായിട്ടുള്ള ISIയും പാകിസ്ഥാനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭീകര സംഘടനകളുമാണ് എന്നാണ്. ഇത് എത്രയോ കാലമായി ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ്. പാകിസ്ഥാൻ്റെ ഭൂമി എന്ന് പറയുന്നത് തീവ്രവാദ വിഭാഗങ്ങൾ കൈയടക്കുകയും അവിടെ ഭീകരവാദികൾക്ക് ട്രെയിനിങ് അടക്കം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാ അന്താരാഷ്ട്ര ഫോറം സംഘടനകളിലുമൊക്കെ, അത് ഐക്യരാഷ്ട്ര സംഘടന അടക്കമുള്ള ഫോറങ്ങളിലൊക്കെ ഇന്ത്യ ഉന്നയിച്ചിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇവിടുത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഒരു ഔദ്യോഗിക യുദ്ധത്തിലേക്ക് പോകണമെങ്കിൽ ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സേനയാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയണം. അങ്ങനെ സ്ഥിരീകരിച്ച് ഒരു അന്താരാഷ്ട്ര അഭിപ്രായം രൂപീകരിച്ചാൽ മാത്രമേ നമുക്ക് അത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ഈ സാങ്ഷൻസ് ഉണ്ടല്ലോ, ഈ ഉപരോധങ്ങളുണ്ടല്ലോ, ഇപ്പോൾ സിന്ധു നദിയിൽ നിന്ന് വെള്ളം കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത്, വിസ നൽകണ്ട എന്ന് തീരുമാനിക്കുന്നത്, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊക്കെ ഒരുപാട് ട്രേഡ് എഗ്രിമെൻറ്റ്സ് ഉണ്ട്, വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട്, ആ വ്യാപാരങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്, ആ രീതിയിലൊക്കെയുള്ള സാങ്ഷൻസ് എന്നാണ് അതിന് പറയുക. ഉപരോധങ്ങൾ നമുക്ക് ഏർപ്പെടുത്താൻ കഴിയും. പക്ഷേ ഒരിക്കലും ഒരു വാറിലേക്ക്, ഒരു യുദ്ധത്തിലേക്ക് സാഹചര്യങ്ങൾ എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യത നിലവിൽ കുറവാണ്. അവസാനമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിട്ടുള്ള ഔദ്യോഗിക യുദ്ധം എന്ന് പറയുന്നത് 1999 ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം സംഭവിച്ചൊരു യുദ്ധമായിരുന്നു. അതൊരു സമ്പൂർണ്ണ യുദ്ധമല്ല, കാർഗിൽ വാർ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. കാർഗിൽ വാർ സംഭവിക്കാനുള്ള കാരണം എന്താണ്? അതിൽ പാകിസ്ഥാൻ സേന നേരിട്ടിടപെട്ടിട്ടുള്ളൊരു ഒരു എന്താ പറയുക, ഒരു കടന്നുകയറ്റമാണ്. ഇപ്പം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തിയിൽ സ്വാഭാവികമായിട്ട് വലിയ മഞ്ഞുവീഴ്ച ഉണ്ടാകുന്ന സമയത്ത് സൈന്യങ്ങൾ പിൻവാങ്ങുക എന്ന് പറയുന്നത് ഒരു അനൗദ്യോഗികമായ തീരുമാനമാണ്. ഒരു ലിഖിതമല്ലാത്ത, അലിഖിതമായൊരു ധാരണയാണ്. രണ്ട് രാഷ്ട്രങ്ങളും അവരുടെ സേനയിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന കനത്ത മഞ്ഞുവീഴ്ചയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ സേനയിലുള്ള ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന്, ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അനൗദ്യോഗികമായി നമ്മൾ ഈ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് പിൻവാങ്ങുന്നൊരു പരിപാടിയുണ്ട്. 1999 എന്താ സംഭവിച്ചത്? നമ്മൾ പിൻവാങ്ങി, പക്ഷേ പാകിസ്ഥാൻ അഡ്വാൻസ് ചെയ്തു. ഞാൻ ആ യുദ്ധം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, 1999 സമാധാന സന്ദേശവുമായി അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി വാജ്പേയി ലാഹോറിലേക്ക് ഒരു ബസ് യാത്ര നടത്തുന്നുണ്ട്. ഈ ലാഹോർ ബസ് യാത്രയുടെ ഒരു പ്രത്യേകത എന്താ? മല്ലിക സാരാഭായി, അല്ലെ, കുൽദീപ് നയ്യാർ, കപിൽ ദേവ്, ശത്രുഘ്നൻ സിൻഹ, ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉള്ള വളരെ പ്രഗത്ഭരായ ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ലാഹോർ ബസ് യാത്ര നടത്തി സമാധാനത്തിൻ്റെ സന്ദേശവുമായി നമ്മൾ ഈ പറയുന്ന വാഗാ ബോർഡർ കടന്നുപോയ പ്രധാനമന്ത്രിയാണ് വാജ്പേയി. അന്ന് അദ്ദേഹത്തെ അവിടെ സ്വീകരിക്കാൻ വന്ന ആരാണെന്നറിയാവോ? നവാസ് ഷെരീഫാണ് സ്വീകരിക്കാൻ വന്നത്. കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, അന്നത്തെ സൈനിക മേധാവിയായിരുന്ന പർവേസ് മുഷറഫ്. പിന്നീട് നവാസ് ഷെരീഫിനെ പുറത്താക്കി പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായ ആളാണ്. പർവേസ് മുഷറഫ് അവിടെ വന്ന് ഈ പറയുന്ന വാജ്പേയിക്ക് കൈകൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി കാർഗിലിൽ പാകിസ്ഥാൻ സേന മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നയതന്ത്ര വഞ്ചന പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ 1999 അങ്ങനെയാണ് ഒരു ഔദ്യോഗികമായ യുദ്ധം ഉണ്ടാവുകയും ഏതാണ്ട് 3 മാസം നീണ്ടുനിന്ന ആ യുദ്ധത്തിന് ശേഷം നമ്മൾ അവിടെ വിജയം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതാണ് നമ്മൾ വിജയ് ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. പക്ഷേ അപ്പോഴൊക്കെ ഇന്ത്യ എടുത്തിട്ടുള്ളൊരു സമാധാനത്തിൻ്റെ മുൻകൈയുണ്ട്. എന്താണ്? 1999 കാർഗിൽ യുദ്ധം നടന്നതിന് ശേഷം 2001 പർവേസ് മുഷറഫിനെ ഇന്ത്യയിൽ ക്ഷണിച്ചു വരുത്തി ആഗ്ര സമ്മിറ്റ് നടത്തി. നമ്മൾ ആഗ്ര ഉച്ചകോടി എന്നാണ് നമ്മൾ അത് അറിയപ്പെടുന്നത്. ഒരു വർഷത്തെ ഗ്യാപ്പിലാണ് വീണ്ടും ഒരു സമാധാനത്തിനുള്ള ശ്രമം നമ്മൾ നടത്തിയിട്ടുള്ളത്. 2001 ഡൽഹിയിൽ വന്ന് പിന്നെ ആഗ്രയിൽ പോയി ആഗ്ര സമ്മിറ്റ് നടത്തി പർവേസ് മുഷറഫ് തിരിച്ചുപോയി. പിന്നെന്താ സംഭവിച്ചെന്നറിയാമോ? 2001 പാർലമെൻറ്റ് അറ്റാക്ക് ചെയ്യപ്പെട്ടു. ഇന്ത്യയുടെ പാർലമെൻറ്റ്. അന്ന് ആലോചിച്ച് നോക്കൂ, അന്ന് ആ തീവ്രവാദികൾ ക്യാരി ചെയ്തിരുന്ന RDX പൊട്ടിച്ചിരുന്നുവെങ്കിലുണ്ടല്ലോ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വമില്ല ഇന്ത്യയിലെ. അന്ന് ആ പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. വാജ്പേയി മുതൽ മുഴുവൻ ആളുകളും, ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ സമ്മേളിച്ചിരിക്കുന്ന ഒരു പാർലമെൻറ്റിൽ ആ പൊട്ടിത്തെറി സംഭവിച്ചാൽ ആ പാർലമെൻറ്റ് ഉണ്ടാവില്ല, അവിടെ ഒരു മനുഷ്യരും ഉണ്ടാവില്ല. 2001 അത്രയും വലിയൊരു ആക്രമണം ആസൂത്രണം ചെയ്ത രാഷ്ട്രമാണ്. ഏതാ? ആഗ്ര സമ്മിറ്റ് നടത്തി കൈ കൊടുത്ത് പിരിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അറിയാമോ? പാകിസ്ഥാൻ ഒരു പ്രത്യേക പ്രദേശം
പ്രദേശമാണ്. ഇന്ത്യയുമായി ഏതെങ്കിലും തരത്തിലുള്ള സമാധാനം അവിടുത്തെ സൈന്യം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പർവേസ് മുഷറഫ് നവാസ് ഷെരീഫുമായി എതിരിട്ടപ്പോഴൊക്കെ പർവേസ് മുഷറഫാണ് ഇന്ത്യയെ ആക്രമിക്കാൻ നേതൃത്വം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അനുമതി കൊടുക്കുന്നത്. ഇപ്പോൾ പർവേസ് മുഷറഫ് പ്രസിഡന്റ് ആകുമ്പോഴോ അവിടുത്തെ സൈന്യാധിപൻ പർവേസ് മുഷറഫുമായിട്ടാണ് ഏറ്റുമുട്ടുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ആക്രമിക്കുക. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള സമാധാന ശ്രമം പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നേതൃത്വം നടത്തിയോ അപ്പോൾ സേനയെ എതിരാകും. ഇങ്ങനെയാണ് ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. 2001 പാർലമെന്റ് ആക്രമണം നടത്തിയപ്പോൾ നമ്മൾ തിരിച്ചടിച്ചില്ല. 2005 ഡൽഹിയിലെ സരോജിനി മാർക്കറ്റിലും പട്പൺഗഞ്ച് റെയിൽവേ സ്റ്റേഷനിലുമായിട്ട് ഒരു വലിയ സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. 60 പേരാണ് മരിച്ചത്. ഞാൻ ആ സരോജിനി നഗറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 60 പേര് നമ്മുടെ കൺമുന്നിലാണ് മരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലാണ്. ഒരു കമ്പോളമാണ്, സാധാരണക്കാരായിട്ടുള്ള ആളിലാണ്, മരിച്ചു വീഴുകയാണ്. പടപട നമുക്കൊന്നും അറിയില്ല ഇനിയിപ്പോൾ എവിടെയാണത് പൊട്ടാൻ പോകുന്നത്. നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് ഇത് പൊട്ടിത്തെറിക്കുമോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നിടത്ത് പൊട്ടിത്തെറിക്കുമോ നമുക്ക് അറിയാൻ കഴിയുന്നില്ല. 2005 അങ്ങനെ ഒരു സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് നടന്നു. ഇന്ത്യ തിരിച്ചടിച്ചിട്ടില്ലല്ലോ. നമ്മൾ ഒരു തരത്തിലുള്ള പ്രകോപനത്തിനും പോയിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചത് പല തവണ വലിയ ഭീകരാക്രമണങ്ങൾക്ക് നമ്മളുടെ രാജ്യം എന്താ പറയുക, രാജ്യത്ത് പലതരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളപ്പോൾ പോലും നമ്മൾ നമ്മുടെ സമാധാനം കൈവിട്ടിട്ടില്ല. നമ്മളൊരു യുദ്ധത്തിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പല ആക്രമണങ്ങൾ സൂചിപ്പിച്ചത്. ഇപ്പോൾ 2006 ബോംബെയിൽ ഒരു സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നുണ്ടല്ലോ. അത് പല തീവണ്ടികളിലായിട്ടാണ്. 11 മിനിറ്റ് കൊണ്ട് 209 മനുഷ്യരാണ് മരിച്ചത്. 209 മനുഷ്യർ 11 മിനിറ്റ് കൊണ്ട് സീരിയൽ ബോംബ് ബ്ലാസ്റ്റിൽ മുംബൈയിൽ ഏറ്റവും തിരക്കേറിയ സമയത്ത് സബർബൻ റെയിൽവേസിലാണ് ആക്രമണം ആസൂത്രണം ചെയ്തത്. പ്രഷർ കുക്കറിൽ പിന്നെ തീവണ്ടിക്കകത്ത് ബോംബ് കൊണ്ടുവന്ന് വെച്ചിട്ട്. അപ്പോൾ ആ രീതിയിൽ 2006 ആക്രമണം ഉണ്ടായപ്പോൾ നമ്മൾ സമാധാനത്തിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു. നമ്മൾ തിരിച്ചടിക്കാൻ നിന്നിട്ടില്ല. 2008 രാജ്യത്തെ ലജ്ജിപ്പിച്ച മുംബൈ അറ്റാക്ക് നടന്നില്ലേ? എന്താണെന്ന് വിചാരിക്കുക. നമ്മൾ ഒരു 10 പേരുടെ ഒരു വിഭാഗം നേരെ കടലിലൂടെ കയറി വന്നിട്ട് മുംബൈ പോലൊരു നഗരത്തിൽ, ഏറ്റവും തിരക്കേറിയ ഒരു നഗരത്തിൽ, വിക്ടോറിയ ടെർമിനസ്, ടാജ് ഒബ്രോയി, അതേപോലെ തന്നെ പിന്നെ ടാജ്, അതുപോലെ തന്നെ ഒബ്രോയി ട്രൈഡൻറ്റ്, നരിമാൻ ഹൗസ്, 4 സ്ഥലങ്ങളിലായിട്ട് 175 ആളുകളെയാണ് കൊന്നത്. അപ്പോഴും ഈ പറയുന്ന പാകിസ്ഥാനെതിരെ ഒരു യുദ്ധ പ്രഖ്യാപനവുമായിട്ട് നമ്മൾ പോയിട്ടില്ല. എന്ന് മാത്രവുമല്ല, സമാധാനത്തിൻ്റെ ടൈസ് കൂടുതൽ ഉറപ്പിക്കാനാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഓരോ ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും അവസാനം ശരിയാണ്, പുൽവാമ അറ്റാക്കിൻ്റെ സമയത്താണ് ബാലാക്കോട്ടേക്ക് നമ്മളൊരു എയർ സ്ട്രൈക്ക് നടത്തുന്നത്, ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഏറ്റവും അപകടകരമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അത് നേരത്തെയൊക്കെ നടന്നിട്ടുള്ള ആക്രമണങ്ങളൊക്കെ ഒരു ഭീകരാക്രമണമാണ് എന്ന് നമുക്ക് പറയാം. ആ ഭീകരാക്രമണത്തിൽ ആളുകളെ കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. മറ്റൊരു പ്ലോട്ട് കൂടി ഇപ്പോഴത്തെ ആക്രമണത്തിന് പിന്നിലുണ്ടല്ലോ. അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തൊരു മതപരമായ വിഭജനമുണ്ടാക്കാനുള്ള പ്ലോട്ട് കൂടിയായിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? ഹിന്ദുവാണോ മുസൽമാനാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അഥവാ ചോദിച്ചുകൊണ്ട് മതപരമായിട്ടുള്ള ഒരു വിഭജനമുണ്ടാക്കി ആളുകളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ രാജ്യത്തെ ഈ പറയുന്ന ഒരു മതവിഭാഗീയത ഉണ്ടാക്കാനുള്ള ഒരു പ്ലോട്ട് കൂടി ആസൂത്രിതമായി നടപ്പാക്കിയിരിക്കുന്നു. അതായത് ഞങ്ങൾ വെടിവെക്കാനുള്ള ചെയ്തിരിക്കുന്നു, ഇനി ബാക്കിയുള്ളവർ അത് ഇന്ത്യയിലെ 2 മതവിഭാഗങ്ങൾ മുഖാമുഖം നിന്നുകൊണ്ട് ഏറ്റെടുത്ത് തീർക്കട്ടെ എന്ന് പറയുന്ന നിലയ്ക്ക് ഒരു ഇന്റേണൽ ഇൻസർജൻസി ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്ലോട്ടായിട്ട് ഇതിനെ മാറ്റി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമാണ്. പക്ഷേ അക്കാര്യത്തിൽ രാജ്യം കഴിഞ്ഞ 48 മണിക്കൂറായിട്ട് കാണിക്കുന്ന ഒരു ഒത്തൊരുമയുണ്ട്, ഒരു ഐക്യമുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില ഫ്രിഞ്ച് എലമെന്റ്സ്, പലതരത്തിലുള്ള ഈ പറയുന്ന സമൂഹം. പക്ഷെ നോക്കണം, രാജ്യത്ത് ഒരു മുസ്ലിമിനെ പോലും ഒരു ഹിന്ദു ഇതുവരെ ആക്രമിച്ചിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു, അതിനുശേഷം വെടിവെച്ചു കൊന്നുവെന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന ആരതിയും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആരതി സഹായിച്ചവരെ കുറിച്ച് കൂടി തൊട്ടടുത്ത വരികളിൽ പറയുകയാണ്. അതാണ് നമ്മുടെ ഒരു മഹത്വം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ ഈ കാര്യത്തിൽ ഇപ്പോൾ കാശ്മീരിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ബന്ധമുണ്ടാകുന്നത് അല്ലേ? ആ സംസ്ഥാനം ഒറ്റക്കെട്ടായി നിന്നിട്ടൊരു ബന്ധം ആചരിക്കുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഒരു ഐക്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ ശക്തമായിട്ട് തന്നെ ഉണ്ട്. ഈ ഒരു പ്ലോട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ പ്ലോട്ടാണ് അപകടകരമായ പ്ലോട്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏതായാലും ഹാരിസ് ബീരാൻ പറഞ്ഞ കണക്ക് ഒരു സംയുക്ത പാർലമെന്ററി സമ്മേളനം നടക്കും. അതിനൊക്കെ ശേഷമായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ളൊരു ആക്ഷനിലേക്കൊക്കെ പോവുക. ആക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയേണ്ട. കാരണം ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ശക്തമായി നേരിടുന്നൊരു സ്വഭാവമാണ് നേരത്തെയും നരേന്ദ്രമോദി സർക്കാർ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. പുൽവാമ സംഭവം ഉണ്ടാകുമ്പോൾ ബാലാക്കോട്ടേക്ക് എയർ സ്ട്രൈക്ക് ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഒരു തിരിച്ചടിക്കുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയേണ്ട. ഏതായാലും ഇന്ത്യ ഏകപക്ഷീയമായി ഒരിക്കലും പാകിസ്ഥാനോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടില്ല. മറിച്ച് പല തരത്തിലുള്ള അറ്റാക്കുകൾ നേരിടേണ്ടി വന്നപ്പോഴും സമാധാനത്തിൻ്റെ പാത സ്വീകരിച്ചിട്ടുള്ളൊരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന കാര്യത്തിന് ഉദാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ 99 മുതൽ 2008 വരെയുള്ള നിരവധി അറ്റാക്കുകൾ ഉണ്ടായപ്പോഴും ഇന്ത്യ എടുത്ത നിലപാടിനെ വിശദീകരിച്ചത്. ഈ പറയുന്ന മതവിഭാഗീയത ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം എല്ലാ മനുഷ്യരുടെ മനസ്സിൽ തന്നെ ആരംഭിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. Meet the editors.